ഹലോ, നമസ്കാരം. ഋതുസ് ഫ്ലോറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോൻ്റെ തുടർച്ചയാണ് ഇന്ന് ബാക്കി. PS കരുണാകരൻ സാറിൻ്റെ ജലവർണ്ണങ്ങളുടെ ചിത്രരാശി PS കരുണാകരൻ വരയും ജീവിതവും എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലുള്ള ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, വളരെ മനോഹരമായിട്ടുള്ള ഒട്ടനവധി ചിത്രങ്ങൾ മാഷ് വരച്ചിട്ടുണ്ടായിരുന്നു. പ്രകൃതി തന്നെയാണ് മാഷിൻ്റെ ചിത്രങ്ങളിൽ കൂടുതലായിട്ടും തെളിഞ്ഞു കാണുന്നത്. കടൽ തീരവും വയലുകളും അമ്പലങ്ങളും പള്ളികളും ക്ഷേത്രങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു. പച്ചപ്പുകളും വളരെ മനോഹരമായ ഒട്ടനവധി ചിത്രങ്ങൾ മാഷ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പകർപ്പുകൾ പല ആളുകളുടെയും കയ്യിലുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് എവിടെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഒരുപാട് ചിത്രങ്ങൾ പലരും വാങ്ങിയിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. അതിലൊരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രീരാമസേവാ സമിതി ഓഫീസിലുണ്ട് തിരുവങ്ങാട്. മറ്റൊരു ചിത്രം ഞാൻ നേരിട്ട് കണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ മധുസൂദൻ ഡോക്ടറുടെ കൈവശം മറ്റൊരു ചിത്രമുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എവിടെയാണുള്ളത് എന്നുള്ള കൃത്യമായിട്ടറിയില്ല. എന്നാലും നമ്മളെ ഈ തലശ്ശേരി ദേശത്ത് തന്നെ ചിത്രങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണെന്ന് തോന്നുന്നു. മാഷിൻ്റെ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്ന് പോകും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് മാഷിൻ്റെ ഓരോ ചിത്രങ്ങളും. വാട്ടർ കളർ പ്രത്യേകിച്ച് അക്രിലിക്കിനെക്കാട്ടി ഇതൊരു ക്ഷേത്രത്തിൻ്റെ ഒരു ചിത്രമാണ്. അതേപോലെ തന്നെ ഇത് കുടജാദ്രിയുടെ മലമുകളിലുള്ള ചിത്രമാണ്. ഒട്ടനവധി ചിത്രങ്ങൾ. ഇത് ഓടത്തിലെ പള്ളിയുടെ ചിത്രമാണ്. മറ്റേ ചിത്രം ഇത് തിരുവങ്ങാടിൻ്റെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശ്രീരാമസേവാ സമിതി ഓഫീസിൽ നിന്നുള്ള ഒരു വാട്ടർ കളർ ചിത്രമാണ്. അതേപോലെ തന്നെ ഇത് പിന്നെ നമ്മളെ മാഹിപ്പള്ളി, പിന്നെ അങ്ങനെ മറ്റുള്ള ചിത്രങ്ങളുണ്ട്. പിന്നെ തെയ്യത്തിൻ്റെ ചിത്രങ്ങൾ, പിന്നെ ഒരുപാട് ചിത്രങ്ങൾ, നല്ല നല്ല ചിത്രങ്ങൾ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ചിത്രങ്ങളാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കഥകളിൻ്റെയൊക്കെ ചിത്രം ഇത് അക്രിലിക് ചെയ്ത ചിത്രമാണ്. കഥകളീൻ്റെ ഈ തെയ്യത്തിൻ്റെയൊക്കെ ഇത് വാട്ടർ കളറാണ്, മറ്റേത് അക്രിലിക്കാണ്. ഇത് വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇത് അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. ഇത് അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. ഇത് അക്രിലിക് പെയിൻറ്റിങ്. പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഈ പെയിൻറ്റിങ് വാട്ടർ കളറാണ്. പിന്നെ ഇതൊക്കെ വാട്ടർ കളർ തന്നെയാണ്, നല്ല ചിത്രങ്ങൾ. ഇത് തലശ്ശേരി വാദിയർ പിടിയൻ്റെ താഴോട്ടിറങ്ങുന്ന റോഡിൻ്റെ ചിത്രമാണ്. താഴോട്ടിറങ്ങുന്ന ആ വഴിയാണ്, എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത്. അതുപോലെ തന്നെ ഇത് തലശ്ശേരി കോട്ടയുടെ ഒരു ഫ്രണ്ട് ഭാഗവും ഒക്കെ ആയിട്ടുള്ള ഭാഗം. ഇത് തലശ്ശേരി കടൽപ്പാലവും തലശ്ശേരി കടൽ തീരം, കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ. ഇത് തിരുവങ്ങാട് ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലേക്കൊരു നമ്പൂരി പോകുന്നതിൻ്റെ ഇതൊരു ഇറച്ചിക്കട. ഇത് മാഹി പാർക്കിൻ്റെ ആ വ്യൂ ആണ്, പാലത്തിൽ നിന്ന് കാണുന്ന ആ വ്യൂ. പിന്നെ അതിന് ശേഷമുള്ള പിന്നെ കടൽത്തീരത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ മാഷ് വരച്ചിട്ടുണ്ട്. കടലിൻ്റെ രൗദ്രഭാവങ്ങളും ഇതൊക്കെ ശാന്തഭാവവും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ കടലിനെ പറ്റിയിട്ട് മാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതിമനോഹരമായ കടൽ തൊഴിലാളികളുടെ കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ, കടലിൻ്റെ സൗന്ദര്യവും രൗദ്രവും എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് മാഷ് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ തിരമാല അടിക്കുന്നതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തന്നെ വാട്ടർ കളറിൽ ഭയങ്കര വിഷമമാണ് ചെയ്യാൻ, എന്നാലും അത് കൃത്യമായിട്ട് ഭംഗിയായിട്ട് തന്നെ മാഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്തൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ പുസ്തകം വളരെ മനോഹരമായ രചനകൾ കൊണ്ട് ആരെയും ആകർഷിക്കത്തക്ക വിധത്തിലാണ് ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്.
ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ജലവർണ്ണങ്ങളുടെ ചിത്രരാശി PS കരുണാകരൻ വരയും ജീവിതവും എന്ന ഈ പുസ്തകം എഡിറ്റർ പ്രസിദ്ധചിത്രകാരനായ ഗിരീഷ് മക്രേരി വളരെ മനോഹരമായി ആവിഷ്കരിച്ചു. അത് പറയാതിരിക്കാൻ വയ്യ. മാഷിൻ്റെ ശിഷ്യൻ അല്ലെങ്കിലും മാഷിൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നത് ഒരു ചിത്രകാരൻ എന്ന നിലയിൽ അത് ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ചിത്രകലയിലേക്കൊരു നിയോഗം പോലെ കടന്നു വന്ന് കേരള ലളിതകലാ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം വരെ നേടിയ PS കരുണാകരൻ്റെ ജലഛായാചിത്രങ്ങളെ അനാവരണം ചെയ്യുന്ന പുസ്തകം വളരെ സൂക്ഷ്മമായ പൂമ്പൊടി പേറുന്ന ചെമ്പരത്തിപ്പൂവിൽ തുടങ്ങി മഹാസമുദ്രത്തിൽ പ്രകൃതി മറന്ന മനുഷ്യൻ്റെ ലയനം വരെ ആവിഷ്കരിക്കുന്ന രീതിയിലാണ് ഈ പുസ്തകത്തിൻ്റെ ക്രമീകരണം എഡിറ്റർ ഗിരീഷ് മക്രേരി നിർവഹിച്ചിട്ടുള്ളത്. എത്രയായിക്കഴിഞ്ഞാലും ഈ ഒരു പുസ്തകം സ്വന്തമാക്കിയതിൽ ഞാനിന്ന് അഭിമാനിക്കുന്നു. കാരണം ഇത് വളരെ കുറഞ്ഞൊരു കോപ്പീസേ അവരടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് കോപ്പികളൊക്കെ ഒരുപാട് പോയി തീർന്നിരുന്നു. പിന്നീട് എനിക്ക് ലാസ്റ്റ് ഇറക്കിയതിൻ്റെ അകത്തു നിന്നാണ് എനിക്കൊരു കോപ്പി സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അത് ഞാനിന്ന് അഭിമാനിക്കുന്നു. കാരണം എൻ്റെ കൈവശം ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു പകർപ്പുണ്ട് എന്നത് ഒരു മഹാഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തലശ്ശേരിയുടെ പ്രിയപ്പെട്ട ഒരു ചിത്രകാരനായിട്ടുള്ള PS കരുണാകരൻ സാറിൻ്റെ വർക്കുകളും ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളും അവാർഡ് വാങ്ങുന്ന ഫോട്ടോസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു പുസ്തകം സ്വന്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഒരു ധന്യതയായിട്ട് ഞാൻ കാണുന്നു. ഞാനൊരു ചിത്രകാരനായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും ഇതെൻ്റെ കൈവശമുണ്ട്. ഇത് ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്രയും നേരം ഇത് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ചിത്രങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോസും ചിത്രം വരയ്ക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ മുന്നോട്ടുള്ള പ്രചോദനം നിങ്ങളൊക്കെ തന്നെയാണ്. വീഡിയോ കാണുന്ന നിങ്ങളാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രചോദനം. ഓക്കെ, താങ്ക് യു.